വിനോദത്തിന്റെ തീരക്കാറ്റ് ശീലിച്ച ശംഖുമുഖം ആയുധങ്ങൾ നിറച്ചുവെച്ച പടക്കപ്പലുകൾ കണ്ട് വിറകൊണ്ടു. തിരച്ചിലിനും മിസൈൽ വിക്ഷേപണത്തിനും കേമന്മാരായ INS കൊൽക്കത്തയും INS തമാലും ഇൻഫാലും പ്രതീകാത്മക ശത്രുവിനെ തിരഞ്ഞു വന്നപ്പോൾ തീരത്ത് ആദ്യമായി യുദ്ധഭീതി നിറഞ്ഞു. പക്ഷേ പതിയെ അത് സേനയുടെ കരുത്തറിയുന്ന അഭിമാന നിമിഷങ്ങൾക്ക് വഴിമാറി. നാവികസേനാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ശംഖുമുഖത്ത് നടന്ന ഇന്ത്യൻ നാവികസേനയുടെ പ്രകടനമാണ് രാജ്യത്തിന്റെ സമുദ്രശക്തിയും കൃത്യതയും വിളിച്ചോതിയത്. തെക്കൻ തീരത്തിന്റെ പല ഭാഗങ്ങളിലായി ആയിരക്കണക്കിന് ജനം 2 മണിക്കൂറോളം നീണ്ട കടൽ പടയോട്ടം കണ്ട് അമ്പരപ്പും അഭിമാനവും കൊണ്ടു. സർവ്വസൈന്യാധിപ കൂടിയായ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് 21 ഗൺ സല്യൂട്ട് നൽകിയാണ് പ്രകടനം തുടങ്ങിയത്. പിന്നാലെ തിരുവനന്തപുരം സ്വദേശിയായ അരവിന്ദ് നായർ നയിച്ച ഹെലികോപ്റ്റർ വ്യൂഹം കടലിളക്കി യുദ്ധ കാഹളമായി. പിന്നാലെ INS വിക്രാന്തിൽ നിന്ന് MiG-29 അജ്ഞാത ശത്രുക്കൾക്ക് നേരെ പാഞ്ഞപ്പോൾ കരയിൽ ആവേശത്തിരയായി. പടക്കപ്പലുകൾ കൂടാതെ മിസൈൽ ബോട്ടുകൾ, ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റ്, എയർക്രാഫ്റ്റുകളായ സീ കിങ്, ഡോർണിയർ, സീഹോക്ക്, ചേതക്, P-8, കാമോവ് എന്നിങ്ങനെ രാജ്യത്തിന്റെ നാവിക ശക്തികളൊക്കെ കടൽ പിടിച്ചടക്കി. ഇടയ്ക്ക് MH-16 കോപ്റ്ററുകൾ തീരം കിടുക്കി വെടിയുതിർത്ത് നീങ്ങി. നിശബ്ദമെങ്കിലും അപകടകാരിയായ ഇന്ത്യൻ അന്തർവാഹിനി കപ്പലായ INS ശിശുമാർക്ക് നേരിട്ട് കാണാനും കാണികൾക്ക് അവസരമായി. സേനയുടെ സൗന്ദര്യം അത്രയും നിറച്ച് കൂറ്റൻ പായ്ക്കപ്പലുകളായ സുദർശിനിയും തരംഗിണിയും വർണ്ണ വെളിച്ചം നിറച്ച് ഒഴുകി നീങ്ങിയപ്പോൾ തീരത്ത് കൈകടികൾ ഉയർന്നു. ആഘോഷം കെട്ടടങ്ങുമ്പോൾ ഓർക്കുക, ലോകത്തെ ഏറ്റവും വലിയ 4ാമത്തെ നേവി സംവിധാനമാണ് ഇന്ത്യൻ നേവി. ഇന്ത്യൻ നാവികസേനാ മേധാവി ദിനേശ് കുമാർ ത്രിപാഠി, നാവികസേനയുടെ ദക്ഷിണ മേഖലാ മേധാവി സമീർ സക്സേന.